Welcome my dear students to our next class of Management Theory and Practices. Okay, നമ്മളിന്ന് പുതിയൊരു ക്ലാസ്സിലേക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഭാഗങ്ങളിൽ നിന്ന് എടുത്ത് പോകാനുണ്ട്. അപ്പോൾ നമുക്ക് വേഗം എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് റിവ്യൂ ചെയ്തിട്ട് നമുക്കൊന്ന് കയറാം, പുതിയ ക്ലാസ്സിലേക്ക് കയറാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് പറഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ എന്താണ് പറഞ്ഞ ഒരു കാര്യമായിരുന്നു ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലേ, ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ അതിൽ എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്തു, ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ വേഗത്തിലെടുത്തു, കാരണം അത് നമ്മൾ ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ദാറ്റ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അനദർ ടോപ്പിക് റിലേറ്റഡ് ടു കമ്മ്യൂണിക്കേഷൻ, ദാറ്റ് ഈസ് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കേട്ടോ. അപ്പോൾ അത് വളരെ കുറച്ച് പഠിച്ചിരിക്കേണ്ടതാണ്. ചോദ്യം വരുമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗത്തുള്ള ഒരു ഭാഗമാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഒരു സ്ലൈഡ് ഞാൻ നിങ്ങൾക്ക് ഇടാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്ന അതേ ഫോമിലാവണമെന്നൊന്നുമില്ല. ടെക്സ്റ്റിൽ അതേത് വരയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് അതേ ഇതിൽ വരയ്ക്കാം, അല്ലെങ്കിൽ ഞാൻ സ്ലൈഡായിട്ട് കാണിച്ചു തരുന്ന ആ ഫിഗറിൽ ഏത് വരച്ചാലും തെറ്റൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കി വയ്ക്കാം. അതായത് ഈ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിൽ ഒരുപാട് എലമെൻറ്റ്സ് അഥവാ ഒരുപാട് സ്റ്റേജസ് ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അതിൽ ഓരോ സ്റ്റേജും എന്താണ് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഈച്ച് സ്റ്റേജ് കോൺട്രിബ്യൂട്ട്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ അതൊന്നും ഒരു സാധനം ബാക്കി വയ്ക്കാൻ പറ്റില്ല. എല്ലാ സ്റ്റേജും നടന്നാലേ അവിടെ എന്ത് നടക്കുള്ളൂ, കമ്മ്യൂണിക്കേഷൻ നടക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എ ഫോൾട്ട് അറ്റ് എനി വൺ ഓഫ് ദ സ്റ്റേജസ് ലീഡ്സ് ടു കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ഒരു കുഴപ്പങ്ങൾ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പിന്നെ ആ കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ ആണ്, അവിടെ കറക്റ്റായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കില്ല എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ദാറ്റ് ഈസ് ദ വേരിയസ് സ്റ്റേജസ് എന്നുള്ളത്. ആൻഡ് ഫോളോയിങ് ആർ ദ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. അപ്പോൾ അതിൽ ഫസ്റ്റ് അപ്പോൾ ഇത് ഓർഡറിൽ തന്നെ പഠിക്കണം. ആ ഒരു പ്രോസസ്സ് ഫിഗർ നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ള പ്രോസസ്സിൽ തന്നെ എന്ത് ചെയ്യണം, എഴുതണം കേട്ടോ. അങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുക. അപ്പോൾ അതിൽ ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് സെൻറ്റർ അല്ലേ. അപ്പോൾ നമ്മൾ സെൻറ്ററിനെ ആരാന്ന് പഠിച്ചു കഴിഞ്ഞിരുന്നു, കമ്മ്യൂണിക്കേറ്റർ, ദാറ്റല്ലേ വൺ ഹൂ സെൻഡ്സ് ദ മെസ്സേജ്. ഓക്കെ, ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു പോകാം. മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരുന്നു ഇറ്റ് ഈസ് ദ സബ്ജക്റ്റ് മാറ്റർ എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്താണോ നമ്മൾ അയക്കേണ്ടത് അതാണ് അവിടുത്തെ മെസ്സേജ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ എൻകോഡിങ്, ഇറ്റ് വിൽ ബി എ ന്യൂ ടേം ടു യു. അപ്പോൾ നമുക്ക് ഡീറ്റെയിലേക്ക് പോകുമ്പോൾ നോക്കാം. ഫോർത്ത് എലിമെൻറ്റ് ഈസ് ചാനൽ അല്ലേ. നമ്മൾ പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ടി വി വഴി കൊടുക്കാം, ഓൺലൈൻ കമ്പ്യൂട്ടർ വഴി കൊടുക്കാം, ലെറ്ററായി കൊടുക്കാം, ടെലിവിഷൻ വഴി കൊടുക്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതാണ് ചാനൽ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളത്. ആൻഡ് ഫിഫ്ത്ത് എലിമെൻറ്റ് ഈസ് റിസീവർ. നമ്മൾ പറഞ്ഞതാണ് വൺ ഹു റിസീവ്സ് ദ മെസ്സേജ്, അതായത് കമ്മ്യൂണിക്കേറ്റ് എന്ന് നമ്മൾ പഠിച്ചു വെച്ചിരുന്നു. പിന്നെ എന്താണ്, സിക്സ്ത് വൺ ഈസ് ഡീകോഡിംഗ് എന്നുള്ള എലമെൻ്റ് ആണ്, ഡീകോഡിംഗ്. അപ്പോൾ അതും നമുക്ക് ഡീറ്റെയിലേക്ക് പോകുമ്പോൾ നമ്മൾ നോക്കാം. ആൻഡ് സെവൻത്ത് വൺ ഈസ് ഫീഡ്ബാക്ക്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം റിപ്ലൈ തരിക, അതായത് നമ്മൾ എന്താണോ മെസ്സേജ് കൊടുത്ത് അതിനുള്ള റിപ്ലൈ അല്ലെങ്കിൽ എന്താണ് ചോദിച്ചത് അതിന് ഉത്തരം തരുമ്പോൾ ഇറ്റ് ഈസ് ഫീഡ്ബാക്ക് എന്നുള്ളതാണ് അല്ലേ. ഇനി നമുക്കിതിൻ്റെ ഓരോന്നും എടുത്ത് എന്ത് ചെയ്യണം, ദാറ്റ് ഈസ് നമുക്ക് വിശകലനം ചെയ്ത് നോക്കണം എന്നുള്ളതാണ്. അപ്പം ഞാനതിൻ്റെ പിക്ചർ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യണില്ല. ആദ്യം നമ്മളിത് ഓരോന്നും എന്താണെന്ന് പഠിച്ചതിന് ശേഷം വി വിൽ കം ടു അതിൻ്റെ ആ ഫ്ലോ ചാർട്ടിലേക്ക് നമുക്ക് വരാം, അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ആ ഡയഗ്രാമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനിലേക്ക് വരാം. അപ്പോൾ അതിൽ ഫസ്റ്റ് എലിമെൻറ്റ് ഈസ് സെൻറ്റർ. എന്താണ് സെൻറ്ററിനെ കുറിച്ച് നമുക്കിപ്പോൾ വെറുതെ സെൻറ്റർ വൺ ഹൂ സെൻസ് എന്ന് എഴുതി വെച്ചിട്ട് അല്ല, ചിലപ്പോൾ പ്രോസസ്സൊക്കെ ഒരു 5 മാർക്കിനും എസ് ഒക്കെ ചോദിക്കുക കുറച്ച് കാര്യങ്ങൾ എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ സെൻറ്ററിനെ വിളിക്കുന്ന വേറെ പേര് മനസ്സിലാക്കി വെക്കുക, കമ്മ്യൂണിക്കേറ്റർ എന്നുള്ളതാണ്. ഈസ് ദ പേഴ്സൺ ഹൂ സെൻഡ്സ് എ മെസ്സേജ് ടു ദ റിസീവർ. അത് നമുക്കറിയാം അല്ലേ. ഹി ഈസ് ദ പേഴ്സൺ ഹൂ ഇനീഷ്യേറ്റ്സ് ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്. അതായത് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണത് തന്നെ ആരിൽ നിന്നാണ്, ദാറ്റ് ഈസ് ഫ്രം ദ സെൻറ്റർ. സെൻറ്ററാണ്, അതായത് അയക്കുന്ന ആൾ കേട്ടോ. സെൻറ്റർ എന്ന് പറഞ്ഞാൽ CNDER, സെൻറ്റർ. അദ്ദേഹം അയക്കുന്ന ആളാണ് ഇതിന് എന്ത് ചെയ്യുന്നത്, തുടക്കം കുറിക്കുന്ന വ്യക്തി. അപ്പോൾ നമുക്ക് പറയാം ഹി ഈസ് ദ പേഴ്സൺ ഹൂ ഇനീഷ്യേറ്റ്സ്, സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ സെൻറ്റർ എന്ന് പറഞ്ഞ ആൾ ആരൊക്കെ ആയിരിക്കാം എന്നാണ് പറയുന്നത്. ഒരു ഇൻഡിവിജ്വൽ ആവണമെങ്കിൽ ഇൻഡിവിജ്വൽ ആകാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആവണമെങ്കിലാവാം, ഒരു ഓർഗനൈസേഷൻ ആകണമെങ്കിൽ ആകാം, ആര് വേണമെങ്കിൽ സെൻറ്റർ ആവാം അല്ലേ. നമുക്ക് നമ്മുടെ ഫ്രണ്ടിനോട് അയക്കണമെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽ ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കോളേജ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ തരികയാണെങ്കിൽ ഒരു ഓർഗനൈസേഷൻ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരുന്നു, ഡിപ്പാർട്ട്മെൻറ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരികയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് കൂടി നിങ്ങൾക്ക് തരുന്നു അല്ലേ. അപ്പോൾ ആര് വേണമെങ്കിലും ഈ കമ്മ്യൂണിക്കേറ്റർ ആവാം എന്നാണ് പറയണത്. And the very success of communication depends upon the knowledge,
സ്കിൽ ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ദ സെൻറ്റർ. കണ്ടോ, അപ്പോൾ സെൻറ്ററിനെ കുറിച്ച് നമുക്ക് ഓരോരോ കാര്യങ്ങൾ എഴുതാനായിട്ട്, അതായത് ഈ അയക്കുന്ന വ്യക്തിയുടെ അറിവ്, നോളേജ്, അദ്ദേഹത്തിൻ്റെ സ്കില്ല്, അതിനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ്, ആൻഡ് എക്സ്പീരിയൻസ്, എത്രമാത്രം എക്സ്പീരിയൻസ്ഡ് ആണ് ആ വ്യക്തി. അതായത് മെസ്സേജ് കൊടുക്കുമ്പോൾ കൊടുക്കുന്ന ആൾക്കത് മനസ്സിലാവണ്ടേ, അതായത് അത് കിട്ടുന്ന ആൾക്കത് മനസ്സിലാവണ്ടേ, കൊടുക്കുന്നതല്ല കിട്ടുന്ന ആൾക്കത് മനസ്സിലാവണം. അപ്പോൾ ഒരു സെൻറ്ററിൻ്റെ എന്താണ് നോളേജ്, സ്കില്ല്, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഡിപ്പെൻഡ് ചെയ്യും. എന്നിട്ടാണ് സക്സസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നിൽക്കണമെന്നാണ് പറയണത്. ദ സെൻറ്റർ ഡിസൈഡ്സ് ദ റിസീവർ, ഡിറ്റർമിൻസ് ദ മെസ്സേജ്, സിലക്ട്സ് ദ മീഡിയം ആൻഡ് സെൻസ് ദ മെസ്സേജ്. അപ്പോൾ സെൻറ്ററിൻ്റെ റോള് കണ്ട, സെൻറ്റർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അയക്കുന്ന വ്യക്തി അഥവാ കമ്മ്യൂണിക്കേറ്റർ എന്തൊക്കെ ചെയ്യുന്നു, ആർക്കാണത് അയക്കേണ്ടത് അല്ലേ, എനിക്ക് ആർക്കാണോ കൊടുക്കേണ്ടത് ഞാനാണ് തീരുമാനിക്കേണ്ടത്. അപ്പം ഞാനാണ് സെൻറ്ററെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, റിസീവറിനെ തീരുമാനിക്കുന്നു. എന്താണ് ഞാൻ അവർക്ക് കൊടുക്കേണ്ട മെസ്സേജ് അല്ലേ, അതെന്താണെന്ന് ഞാൻ തീരുമാനിക്കുന്നു. ഡിറ്റർമിൻസ് ദ മെസ്സേജ്, സിലക്ട്സ് ദ മീഡിയം, ഇനി ഏത് വഴിക്കാണ് ഞാനത് കൊടുക്കേണ്ടത്, നേരിട്ട് പറയണോ, റിട്ടേൺ ആയിട്ട് കൊടുക്കണോ, ഓറലി വേണോ, റിട്ടേൺ ആയിട്ട് കൊടുക്കണോ, അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ജസ്റ്റേഴ്സ് ആയിട്ട് കൊടുക്കണോ, ഏത് രീതിയിലാണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ, പിന്നെ TV വഴി വേണോ, അല്ലെങ്കിൽ കത്ത് അയക്കണോ, മെയിൽ അയക്കണോ, ഫോൺ ചെയ്യണോ, കണ്ടോ, സിലക്ട്സ് ദ മീഡിയം. അതുപോലെ തന്നെ എന്താണെന്നാണ് പറയുന്നത്, ആൻഡ് സെൻസ് ദ മെസ്സേജ്. അദ്ദേഹമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും തുടക്കം ദാറ്റ് ഈസ് ദ കമ്മ്യൂണിക്കേറ്റർ ആണെന്നാണ് പറയുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട് സെൻറ്ററിൻ്റെ കേട്ടോ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റേഴ്സിൻ്റെ. എ മാനേജർ അഡ്രസ്സിങ് സബോർഡിനേറ്റ്സ് അല്ലേ, എക്സാമ്പിളാണ്. എ ഫിനാൻസ് മാനേജർ സെൻഡിങ് എ ലെറ്റർ ടു എ ബാങ്ക്. ഒരു കമ്പനിയിലെ ഫിനാൻസ് മാനേജർ അതായത് ഫിനാൻസ് റിലേറ്റഡ് കാര്യങ്ങളുണ്ടായിരിക്കും. ബാങ്കിലേക്ക് ഒരു കത്ത് അയക്കുകയാണെങ്കിൽ അപ്പോൾ ലെറ്റർ ബൈ മെയിൽ അല്ലെങ്കിൽ പോസ്റ്റൽ എന്നുള്ള മീഡിയമാണ് അവിടെ തിരഞ്ഞെടുത്തത് അദ്ദേഹം. ഈ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ടോക്കിംഗ് ടു കസ്റ്റമേഴ്സ് അല്ലേ, അപ്പോൾ ആ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുന്നതാണ് അവിടെ സെൻറ്റർ. അദ്ദേഹത്തിൻ്റെ കസ്റ്റമേഴ്സിനുമായിട്ട് സംസാരിക്കുന്നു. എ ടീച്ചർ ലെക്ചറിങ് ടു സ്റ്റുഡൻസ് അല്ലേ, നല്ലൊരു ഉദാഹരണമാണ് ഒരു ടീച്ചർ സ്റ്റുഡൻസിന് ലെക്ചർ കൊടുക്കുക എന്നുള്ളത്. എ ജോബ് സീക്കർ സെൻഡിങ് എ ജോബ് അപ്ലിക്കേഷൻ, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. ഒരു ജോലി ആവശ്യമുള്ള വ്യക്തി ഒരു ലെറ്റർ വഴിയോ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ ഫോൺ ചെയ്തോ തനിക്ക് ജോലി ആവശ്യമുണ്ട് എന്ന രീതിയിൽ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ കൊടുക്കുന്നു. ഇതൊക്കെ ദാറ്റ് ഈസ് എക്സാമ്പിൾസ് ഓഫ് സെൻറ്റർ അഥവാ കമ്മ്യൂണിക്കേറ്ററിൻ്റെ പറയാം. ക്ലിയർ. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഫസ്റ്റ് എലമെൻറ്റ് അഥവാ ഫസ്റ്റ് സ്റ്റേജിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത് നമ്മൾ എന്താണെന്നാണ് പറഞ്ഞത്, മെസ്സേജ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക, ഇറ്റ് ഈസ് ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം പറയേണ്ടത്. ഇറ്റ് ഈസ് ദ മാറ്റർ വിച്ച് ദ സെൻറ്റർ വാണ്ട്സ് ടു കമ്മ്യൂണിക്കേറ്റ്. സെൻറ്റർ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ആഗ്രഹിക്കുന്നത്, എന്തെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു കണ്ടൻറ്റ്, അതാണ് ദാറ്റ് ഈസ് മെസ്സേജ് എന്ന് പറയുന്നത്. ആൻഡ് ദ വെരി പർപ്പസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ടു മേക്ക് ദ റിസീവർ അണ്ടർസ്റ്റാൻഡ് ദ മെസ്സേജ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വെറുതെ നടത്തില്ല, നമ്മൾ കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു, കുട്ടികൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലെക്ചർ ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ, ഇല്ല. അപ്പോൾ അതാണ് പറയണത്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അതിന് പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ആർക്കാണോ നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായിരിക്കണം എന്നാണ് പറയണത്. ഒരു എക്സാമ്പിൾ നമുക്ക് പറയുന്നുണ്ട്. ഒരു സെയിൽസ് സ്റ്റോക്ക് ആണെന്ന് വിചാരിക്കും. ഇൻ ദ കേസ് ഓഫ് എ സെയിൽസ് സ്റ്റോക്ക്, എന്തെങ്കിലും സാധനം വിൽക്കാനുള്ള ഒരു ചെറിയൊരു സംസാരമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ്, ഫോർ എക്സാമ്പിൾ നമ്മളൊരു മൊബൈലാണെന്ന് വിചാരിച്ചു, മൊബൈൽ എന്നുള്ള പ്രോഡക്റ്റ് വിൽക്കാനാണെന്നുണ്ടെങ്കിൽ ആ മൊബൈലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നു. അതാണ് അവിടുത്തെ മെസ്സേജ്. അതായത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് എന്തിനെക്കുറിച്ചാണ് അറിയേണ്ടത്, ആ മൊബൈലിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടാണ് അറിയേണ്ടത്. അപ്പോൾ ഡീറ്റെയിൽസ് ഓഫ് ദി പ്രൊഡക്റ്റ് ആയിരിക്കും മെസ്സേജ് എന്ന് പറയുന്നത്. ഇനി ക്ലാസ് റൂമിൽ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു, ടീച്ചർ ലെക്ചറിങ് ടു ദ സ്റ്റുഡൻസ് എന്നുള്ളത് ടീച്ചർ എന്ന് പറഞ്ഞാൽ സെൻറ്റർ ആണെന്ന് പറഞ്ഞു. ഇനി എന്താണ് കമ്മ്യൂണിക്കേറ്റർ ആണെന്ന് പറഞ്ഞു. ഇനി എന്താണ് ആ കുട്ടികളെ അവിടെ പഠിപ്പിക്കുന്നത് അല്ലേ, ഇപ്പോൾ നമ്മുടെ മാനേജ്മെൻറ്റ് തിയറി ആൻഡ് കോൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് പറയണമെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതാണ് എന്ത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതാണ് ഇന്നത്തെ മെസ്സേജ്. അപ്പോൾ അതാണ് എന്ത് ചെയ്യേണ്ടത്, അത് അതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഒരു ജോബ് അപ്ലിക്കേഷൻ, നേരത്തെ പറഞ്ഞ എക്സാമ്പിളിനോട് ഇതാക്കി തന്നെ പറഞ്ഞു തന്നിരിക്കുകയാണ്. ജോബ് അപ്ലിക്കേഷനിൽ നമ്മൾ പറഞ്ഞു അല്ലേ, അവിടെ ജോബ് സീക്കർ അഥവാ അത് അപ്ലിക്കൻ്റ് ആണ് അവിടുത്തെ കമ്മ്യൂണിക്കേറ്റർ എങ്കിൽ അദ്ദേഹം എന്താ കൊടുക്കുക, തൻ്റെ ബയോഡാറ്റ, റെസ്യൂമോ, CV-യോ ഒക്കെ കൊടുക്കും. ആ പറയണതാണ് മെസ്സേജ്. കണ്ടോ, കണ്ടൻറ്റ് തന്നെക്കുറിച്ചുള്ള വിവരങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ പിന്നെ പറയുന്നത് ഈ മെസ്സേജ് എന്ന് കൊടുക്കുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കണം, ഇറ്റ് ഷുഡ് ബി ബ്രീഫ്, ക്ലിയർ ആൻഡ് സിമ്പിൾ. മെസ്സേജ് എപ്പോഴും എങ്ങനെയായിരിക്കണം, വളരെ ബ്രീഫായിരിക്കണം, ക്ലിയർ ആയിരിക്കണം ആൻഡ് സിമ്പിളായിരിക്കണം അല്ലേ. ഇതിൻ്റെ മീനിങ് ഇനി ഞാൻ മലയാളം പറഞ്ഞു തരേണ്ട അർത്ഥമൊന്നുമില്ല, കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് മെസ്സേജ്. ഈ നെക്സ്റ്റ് നമ്മുടെ സ്റ്റേജിൽ എലമെൻറ്റ് എന്താണെന്നാണ് പറഞ്ഞത്, ദാറ്റ് ഈസ് എൻകോഡിങ്. അപ്പോൾ 2 മാർക്കിനൊക്കെ ചോദ്യം വരാറുള്ളൊരു ഭാഗമാണ് വാട്ട് ഈസ് മെൻറ്റ് ബൈ എൻകോഡിങ്.
എൻകോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ന്യൂ ടേം ആയിരിക്കാം. എൻകോഡിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ലേറ്റിംഗ് ദ മെസ്സേജ് ഇൻ ടു വേർഡ്സ്, സിമ്പിൾസ് ഓർ സം അതർ ഫോം. അതായത് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവുമല്ലോ എന്താണ് പറയേണ്ടതെന്നുള്ളത്. മനസ്സിൽ വിചാരിച്ചാൽ കമ്മ്യൂണിക്കേഷൻ ആവില്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ആ മെസ്സേജ് ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്യുന്നു, നമ്മൾ ഒന്നെങ്കിൽ അത് റിട്ടേൺ ഫോമിലാക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിന് എന്തെങ്കിലുമൊക്കെ സിമ്പിൾസുകൾ ഇട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫോമിൽ അല്ലെങ്കിൽ ഓറലി നമ്മളത് പറയാനുള്ള വാക്കുകൾ തയ്യാറാക്കുന്നു. അപ്പോൾ ആ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എൻകോഡിങ് ചെയ്യാമെന്ന് പറയാം. മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് എന്താണോ അയക്കുക, ഇപ്പോൾ ലെറ്ററാണ് അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു ജോബ് ആപ്ലിക്കൻ്റ് കമ്മ്യൂണിക്കേറ്റർ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് റെസ്യൂം ആണെന്ന് പറഞ്ഞു. ഇനി ആ റെസ്യൂമിനകത്ത് അദ്ദേഹം എന്താണ് എഴുതുക എന്ന് വിചാരിക്കാം. ആ എഴുതുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ ടീച്ചർ ലെക്ചർ ചെയ്യുന്ന സമയത്ത് ലെക്ചറാണ് ആ സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അതാണ് സബ്ജക്റ്റ് മാറ്റർ എന്ന് പറഞ്ഞു. പക്ഷേ അത് എന്താണ് ആ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കുന്നത്, ഏത് വഴിയാണ്, ബോർഡിൽ എഴുതിയിട്ടാണോ, എങ്ങനെയാണ്, ആ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ട്രാൻസ്ലേറ്റിംഗ് ദ മെസ്സേജ് ഇൻ ടു വേർഡ്സ്, സിമ്പിൾസ് ഓർ സം അതർ ഫോം, ലൈക്ക് ഏതിലേക്കാവാം വേണമെങ്കിലാകാം. ഇനി ഈ എൻകോഡിംഗ് എന്തിനാണ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഡൺ ടു മേക്ക് ദ മാറ്റർ ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ടു ദ റിസീവർ. അതായത് നമ്മൾ അങ്ങനെ കൊടുത്താൽ റിസീവർക്ക് എന്താണ് എളുപ്പത്തിൽ അത് മനസ്സിലാക്കാം അല്ലേ. നമ്മൾ എന്താ പറയുക, അത് പ്രത്യേകിച്ച് എപ്പോഴും ശ്രദ്ധിക്കണം. റിസീവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് വേണം അത് എന്ത് ചെയ്യാനായിട്ട്, അത് എൻകോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്താണ്, ആ മാറ്റർ ഈസി ആയിട്ട് റിസീവർക്ക് മനസ്സിലാക്കി കൊടുപ്പിക്കുക എന്നുള്ളതാണ്. ആൻഡ് ദ മെസ്സേജ് ഈസ് പ്രസൻറ്റഡ് ത്രൂ വേർഡ്സ്, പിക്ചേഴ്സ്, സിമ്പിൾസ്, ചാർട്ട്സ്, മ്യൂസിക്, ജെസ്റ്റേഴ്സ് എക്സെട്ര അല്ലേ. ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പല ടീച്ചേഴ്സും പല രീതിയിൽ പറഞ്ഞു തരുന്നുണ്ടാവും അല്ലേ. സ്ലൈഡ് കാണിച്ചു തരുന്നുണ്ടായിരിക്കും, ചെറിയ ഷോർട്ട് വീഡിയോസ് കാണിച്ചു തരുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ വെറും ലെക്ചറിങ് പോലെ പറഞ്ഞു പോകുന്നുണ്ടാകും. പക്ഷേ ആ ടോപ്പിക്കിന് ചിലപ്പോൾ അത് മതിയാവുമായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തു പോകുക. അപ്പോൾ അതാണ് ദാറ്റ് ഈസ് അങ്ങനെ ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്, ദാറ്റ് ഈസ് എൻകോഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. എൻകോഡഡ് മെസ്സേജസ് ആർ ഈസിലി ആൻഡ് ക്വിക്കലി അണ്ടർസ്റ്റുഡ് ബൈ ദ റിസീവർ. റിസീവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. എൻകോഡ് ചെയ്ത മെസ്സേജസ് ആണെങ്കിൽ ദാറ്റ് ഈസ് നമ്മുടെ ആർക്കാണോ ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് റിസീവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ് പറയുന്നത്. ഇനി എൻകോഡ് ചെയ്യാനായിട്ട് 3 സ്കിൽസാണ് ആവശ്യമെന്ന് പറയുന്നത്. അതും കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവുന്നത്. ദർ ആർ 3 എൻകോഡിംഗ് സ്കിൽസ് എന്നാണ് പറയുന്നത്. ഒന്ന് സ്പീക്കിംഗ് അല്ലേ, മനസ്സിൽ വെച്ചാൽ കാര്യമില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വായ തുറന്ന് അത് പറയണം. അപ്പോൾ സ്പീക്കിംഗ്, ഒന്നുകിൽ എഴുതാം അല്ലേ, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ നമ്മളത് എഴുതി തയ്യാറാക്കും. അപ്പോൾ റൈറ്റിംഗ് എന്നുള്ളത്. ആൻഡ് ബോഡി ലാംഗ്വേജ് അല്ലേ. ഞാൻ ബോഡി ലാംഗ്വേജ് ഒക്കെ എക്സാമ്പിൾസ് മുൻപത്തെ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അത് വീണ്ടും പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെ എന്താണ് 3 എൻകോഡിംഗ് സ്കിൽസ് എന്ന് നമുക്ക് പറയാമെന്നാണ് പറയണത്. അതിലെ വേർഡ്സ് ആൻഡ് പിക്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഏത് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ വരും അത്. നമ്മൾ 2 തരം കമ്മ്യൂണിക്കേഷൻ പഠിച്ചിരുന്നു അല്ലേ, വെർബൽ കമ്മ്യൂണിക്കേഷനും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും. അപ്പോൾ അതിലെ വേർഡ്സും പിക്ചേഴ്സും ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് കംസ് അണ്ടർ ദി വെർബൽ കമ്മ്യൂണിക്കേഷൻ. ആൻഡ് ജസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലോ, ആക്ഷൻസ് ആണെങ്കിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലേക്ക് വരും. ക്ലിയർ. അപ്പോൾ ഈ എൻകോഡിംഗ് എന്നുള്ള പ്രോസസ്സ് കറക്റ്റായി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേഷനെ ഒന്നും കൂടി ഇഫക്റ്റീവ് ആക്കി മാറ്റും. ക്ലിയർ. അപ്പോൾ അതാണ് അവിടുന്ന് പഠിച്ചിരിക്കേണ്ട കാര്യം. നമ്മുടെ തേർഡ് എലമെൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ദാറ്റ് ഈസ് എൻകോഡിംഗ്. ഇനി എൻകോഡിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് എലമെൻറ്റ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ചാനൽ എന്നാണ് പറഞ്ഞത്. എന്താണ് ചാനൽ? ചാനൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് ദ മീഡിയം ഓർ പാത്ത് ത്രൂ വിച്ച് ദി എൻകോഡഡ് മെസ്സേജ് അല്ലേ, മെസ്സേജ് നമ്മളിപ്പോൾ എൻകോഡ് ചെയ്തു, എൻകോഡഡ് മെസ്സേജ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദ റിസീവർ. അതായത് എൻകോഡ് ചെയ്ത മെസ്സേജ് റിസീവറിലേക്ക് പോകുന്ന ആ വഴി അല്ലെങ്കിൽ ആ പാത്ത് അല്ലെങ്കിൽ ആ മീഡിയം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ചാനൽ എന്ന് പറയുന്നത്. ദ മെസ്സേജ് ട്രാവൽസ് ഫ്രം ദ സെൻറ്റർ ടു ദ റിസീവർ ത്രൂ ദി ചാനൽ. ഈ ചാനൽ വഴിയാണ് എന്ത് ചെയ്യുക, ഒരു മീഡിയ അവിടെ വേണം അല്ലെങ്കിൽ പാത്ത് അവിടെ വേണം. അതുവഴിയാണ് എന്ത് ചെയ്യണത്, ഈ സംഭവം നമ്മുടെ കമ്മ്യൂണിക്കേറ്ററിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റീവിലേക്ക് പോകുന്നത് എന്നാണ് പറയണത്. ഇനി നമ്മൾ ഏതെങ്കിലും ചാനലിൽ നിന്നുള്ളതല്ല, ചാനൽ എടുക്കുന്ന ചാനൽ അല്ലെങ്കിൽ എടുക്കുന്ന മീഡിയം അല്ലെങ്കിൽ എടുക്കുന്ന പാത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് ബി അപ്രോപ്രിയേറ്റ് ടു ദ ടൈപ്പ് ഓഫ് മെസ്സേജ് ആൻഡ് ദി നേച്ചർ ഓഫ് ദി റിസീവേഴ്സ്. മനസ്സിലാക്കി വയ്ക്കുക. നമ്മുടെ മെസ്സേജിന് ഉതകുന്ന രീതിയിലുള്ള ചാനൽ എടുക്കാനും റിസീവറുടെ സ്വഭാവം അനുസരിച്ചുള്ള അല്ലേ. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള വ്യക്തിയാണെന്ന് വിചാരിക്കുക, അതായത് നമ്മൾ എഴുതി തയ്യാറാക്കി കൊടുത്താൽ പറ്റും. ഇറ്റ് ഈസ് ബെറ്റർ ടു ടെൽ ഹിം ബൈ സ്പോക്കൺ വേർഡ്സ് അല്ലേ. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് റിസീവർ എങ്ങനെയുള്ള റിസീവറാണ്, പിന്നെ
കുറച്ച് പ്രായമായിട്ടുള്ള റിസീവറാണെന്നിരിക്കും. അപ്പോൾ നമ്മൾ മെയിൽ അയച്ചു കൊടുക്കുന്നതിനേക്കാളൊക്കെ നല്ലത് എന്താണ്, നമ്മൾ ലെറ്റർ എഴുതി കൊടുക്കുന്നതായിരിക്കും അവർക്ക് ഒന്നും കൂടി എളുപ്പം. അപ്പോൾ അങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് റിസീവേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഏത് ചാനൽ എടുക്കണം എന്നുള്ളത് തീരുമാനിക്കുക എന്നാണ് പറയണത്. ഇനി ദ മെസ്സേജ് മേ ബി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ സ്പോക്കൺ വേർഡ്സ് ആയിരിക്കാം, റിട്ടേൺ വേർഡ്സ് ആയിരിക്കാം, ടെലിഫോൺ വഴിയാവാം. കണ്ടതൊക്കെ ടെലിഫോൺ, ഇൻ്റർനെറ്റ്, ടെലിവിഷൻ, ഇതൊക്കെ പറയുന്നത് എന്താണ്, ദർ ആർ സം മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ ചില മീഡിയമാണെന്ന് നമുക്ക് പറയാം എന്നാണ് പറയണത്. എന്നിട്ട് നമുക്ക് ചില എക്സാമ്പിൾസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലോങ് കോംപ്ലക്സ് മെസ്സേജ് ആണെന്ന് വിചാരിക്കാം, വളരെ വലിയ കുറച്ച് കോംപ്ലക്സ് നേച്ചറുള്ള ഒരു മെസ്സേജ് ആണെങ്കിൽ ഇറ്റ് എന്താണ് പറയുന്നത്, ബെറ്റർ നോട്ട് ടു ടേക്ക് എ ടെലിഫോണിക് മീഡിയം. അത് വലിയ കുറേ ദീർഘനേരം നമ്മൾ ഫോണിലൊക്കെ സംസാരിക്കുന്നത് അത്ര ഇഫക്റ്റീവ് ആവില്ല അല്ലേ. അപ്പോൾ അതൊക്കെ കത്തെഴുതുക എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ അത് മെയിലിൽ വായിക്കാനായിട്ട് രീതിയിലാക്കുന്നതാണെന്നല്ല. അപ്പോൾ അതങ്ങനെ ഒരു നേച്ചർ അനുസരിച്ച്. അപ്പോൾ അത് എക്സാമ്പിൾ പറഞ്ഞു തരികയാണ്. ലോങ് കോംപ്ലക്സ് മെസ്സേജ് ആണെങ്കിൽ ടെലിഫോൺ എന്നുള്ള മീഡിയം അത്ര അപ്രോപ്രിയേറ്റ് അല്ല. പിന്നെന്താണ്, ഇമെയിൽ നമ്മൾ എപ്പോഴും എടുക്കുക എന്താണ്, ഇമെയിലിൻ്റെയൊക്കെ നമ്മൾ അതിൻ്റെ അഡ്വാൻറ്റേജ് പഠിക്കുന്നത് തന്നെയാണ് ക്വിക്ക് ട്രാൻസ്മിഷൻ അല്ലേ. നമുക്ക് പെട്ടെന്ന് അറിയിക്കേണ്ട കാര്യമാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ എന്താണ് ഇമെയിൽ കൊടുക്കുക എന്നുള്ളതാണ്. വേഗം വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ ആ മെസ്സേജ് വ്യക്തിയിലേക്ക് എത്തും എന്നുള്ളതാണ്. ഇനി ഒന്നും കൂടിയും പേഴ്സണൽ മെസ്സേജ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്, നേരിട്ട് പോയി പറയും അല്ലേ. ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ കത്ത് എഴുതാനൊന്നും നിൽക്കില്ല, നേരിട്ട് പോയി അയാളെ ആ വിവരം ധരിപ്പിച്ചാൽ നമുക്ക് ക്വിക്ക് റിസൾട്ട് കിട്ടും. നമുക്ക് ചില പേഴ്സണൽ മാറ്റേഴ്സ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ ഫേസ് ടു കമ്മ്യൂണിക്കേഷൻ ഇസ് പ്രിഫേർഡ് ആണ്. പിന്നെ എന്താണെന്നാണ് പറയണത്, ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം എങ്ങനെയാണ് നമ്മൾ ചെയ്യുക. പ്രോഡക്റ്റിനെ കുറിച്ച് അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ടി വിയിൽ കാണുന്നത് എന്താണ്, അഡ്വർടൈസ്മെൻറ്റ്സ് ആണ് അല്ലേ. അഡ്വർടൈസ്മെൻറ്റ്സ് ടി വിയിലോ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് വഴിയും നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്സുകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു മീഡിയമാണ് നല്ലതെന്നാണ് പറയണത്. ഇനി എപ്പോഴും ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ടീച്ചിങ് ഒക്കെ നമ്മൾ പകരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതിനും ഒന്നും കൂടിയും ഇഫക്റ്റീവ് ആയിരിക്കും അല്ലേ. ക്ലാസ് റൂമിൽ വന്ന് നിങ്ങൾ ടീച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സുകൾ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാം. നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ട് ചെയ്യാം അല്ലേ. ഒരുപാട് ഇതിന് അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ പോലും ചില ഡിസഡ്വാൻറ്റേജസ് ഈ ഓൺലൈൻ ടീച്ചിങ്ങിനുണ്ട് അല്ലേ. അപ്പോൾ ക്ലാസ് റൂം ടീച്ചിങ് നേരിട്ടുള്ള, അതായത് നമ്മൾ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് വേയിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ് റൂം ലെക്ചറിങ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മോർ ഇഫക്റ്റീവ് ആണ്. അപ്പോൾ അതാണ് ഓരോ മീഡിയം സെലക്ട് ചെയ്യുക. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു മീഡിയം നമ്മൾ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിക്കോസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ സിറ്റുവേഷൻ ആണ് അല്ലേ, സർക്കംസ്റ്റൻസസ് ആണ്. അതിന് ദോഷങ്ങളുണ്ട്, എല്ലാത്തിനും ഉണ്ട്, അതിൻ്റേതായ ദോഷങ്ങളും ഉണ്ടാവും, അതിൻ്റേതായിട്ടുള്ള നല്ല വശങ്ങളും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ചാനലിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ ഫിഫ്ത്ത് എലമെൻറ്റ്, ദാറ്റ് ഈസ് ദ റിസീവർ. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് തുടങ്ങി, സെൻഡർ, മെസ്സേജിനെ നമ്മൾ എൻകോഡ് ചെയ്തു, അതിനുള്ള ചാനൽ കണ്ടുപിടിച്ചു, അവസാനം ആരിലേക്ക് എത്താൻ പോവുകയാണത്, റിസീവറുടെ കയ്യിലേക്ക് എത്താനായിട്ട് പോകുകയാണ്. റിസീവർ എന്ന് പറഞ്ഞാൽ ആരാണ്, വൺ ഹൂ റിസീവ്സ് ദ മെസ്സേജ് അല്ലേ, കമ്മ്യൂണിക്കേറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. അത് ചിലപ്പോൾ പേഴ്സൺ ആകാം, ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം, ആരായാലും ശരി. ടു ഹും ദ മെസ്സേജ് ഈസ് ട്രാൻസ്മിറ്റഡ്, അതാണ് ഒന്നും കൂടി നമുക്ക് നല്ല രീതിയിൽ പറയാൻ പറ്റുന്നത്. ടു ഹും ദ മെസ്സേജ് ഈസ് ട്രാൻസ്മിറ്റഡ് എന്നാണ് പറയണത്. അദ്ദേഹത്തെ വിളിക്കുന്ന അല്ലെങ്കിൽ അവരെ വിളിക്കുന്ന വേറൊരു പേരാണ് കമ്മ്യൂണിക്കേറ്റ് എന്ന് പറയുന്നു. എ കമ്മ്യൂണിക്കേഷൻ മെസ്സേജ് ഈസ് ഇൻറ്റൻറ്റഡ് ടു ബി ആക്സെപ്റ്റഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ബൈ ദ റിസീവർ. അപ്പോൾ ഈ മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലുള്ള ധാരണ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അയക്കുന്ന ഈ മെസ്സേജ് റിസീവർ കൈപ്പറ്റുന്നു, റിസീവർക്ക് അത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അത് കൈപ്പറ്റി മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കുള്ളൂ, ആ കൊടുത്ത അല്ലെങ്കിൽ ആ ചെയ്ത കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവായി അല്ലെങ്കിൽ അത് സക്സസ് ആയി എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. എന്താണ് പറയണത്, കമ്മ്യൂണിക്കേഷൻ മെസ്സേജ് ഈസ് ഇൻറ്റൻറ്റഡ്. കണ്ടോ, അത് നമ്മുടെ വിചാരം എങ്ങനെയാണ്, ദാറ്റ് ഈസ് ടു ബി ആക്സെപ്റ്റഡ്. റിസീവർ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവില്ല. accepted and understood by the receiver എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ ഡസ് നോട്ട് ടേക്ക് പ്ലേസ് ഇഫ് ദ മെസ്സേജ് ഫെയിൽസ് ടു റീച്ച് ദ റിസീവർ. നമ്മളൊരു മെയിൽ അയച്ചു അല്ലേ, മെയിൽ അയച്ചു, നമ്മുടെ ഇത് മെയിൽ ഐ ഡി എന്തെങ്കിലുമൊക്കെ രീതിയിലും തെറ്റ് അല്ലെങ്കിൽ ഭയങ്കര പീക്ക് ടൈമിൽ അയച്ചു, നെറ്റ് കണക്ഷൻ കുറച്ച് മോശമായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ആ മെയിൽ എന്ത് ചെയ്യില്ല, റിസീവറിൻ്റെ കയ്യിലെത്തില്ല. അപ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ നടന്നോ, നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും എന്താണ്, നമ്മളൊക്കെ മെയിൽ അയച്ചതാണല്ലോ, ചിലപ്പോൾ അയാൾക്കത് റിസീവ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ നടന്നില്ല. എന്താണ് കമ്മ്യൂണിക്കേറ്റർ പറയാൻ ആഗ്രഹിച്ചെന്നുള്ളത് കമ്മ്യൂണിക്കേറ്ററുടെ കയ്യിലെത്തിയിട്ടില്ല അല്ല. അപ്പോൾ അവിടെ നമുക്ക് പറയാം എന്താണ്, അത് റിസീവറിൻ്റെ കയ്യിലെത്താത്തതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ അവിടെ നടന്നില്ല എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നതാണ് പറയണത്. ഇനി റിസീവർ ആരൊക്കെ ആവാമെന്നാണ് പറയണത്. ഹി മേ ബി എ ലിസണർ ആയിരിക്കാം, എ റീഡർ ആയിരിക്കാം, ആൻഡ് ഒബ്സർവർ ആയിരിക്കാം.
ഒന്നെങ്കിൽ എന്തെങ്കിലും കേൾക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ എന്തെങ്കിലും വായിച്ച് അല്ലേ. നമ്മളിപ്പോൾ ഇത് എങ്ങനെയാണ് ഇപ്പോൾ ഈ ടെക്സ്റ്റിൽ എഴുതിയിട്ടുള്ളത്, ഇത് എഴുതിയ ഓതർ ഈ വാക്കുകളാക്കി എഴുതി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് അല്ലേ. നമ്മൾ ഓരോരുത്തർ ഇത് വായിക്കുമ്പോൾ അദ്ദേഹം നടത്തുന്ന ഈ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയ സംഭവം നമ്മൾ എന്ത് ചെയ്യുന്നു, വായിച്ച് മനസ്സിലാക്കുന്നു. അവിടെ കമ്മ്യൂണിക്കേഷൻ ടേക്സ് പ്ലേസ് അല്ലേ. അപ്പോൾ അത് ഏത് ആകാമെന്നാണ് പറയണത്. ആൻഡ് എക്സാമ്പിൾസ് നമുക്ക് തന്നിട്ടുള്ളത് സ്റ്റുഡൻസിനെ ക്ലാസ് റൂം അല്ലേ. ടീച്ചർ ലെക്ചറിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിസീവ് ചെയ്യുന്നവരാരാണ്, സ്റ്റുഡൻസ് ആണ്. പിന്നെ സെയിൽസ് സ്റ്റോക്കിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു അല്ലേ. സെയിൽസ് സ്റ്റോക്ക് നടത്തി കഴിയുമ്പോൾ ആർക്കാണ് കൊടുക്കുന്നത്, കൺസ്യൂമേഴ്സിനാണ്. അപ്പോൾ അവിടെ കൺസ്യൂമേഴ്സ് ആണ് ആരെന്ന് പറയുന്നത്, റിസീവർ എന്ന് പറയുന്നത്. നമ്മൾ ജോബ് ആ 3 എക്സാമ്പിളിലാണ് എല്ലാം പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഒരു ജോബ് സീക്കർ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, അതിൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ബയോഡാറ്റയോ CV-യോ റിസ്യൂമോ ആവാൻ നമ്മൾ പറഞ്ഞു. അത് ആ അയക്കുന്ന കമ്പനിയിലേക്ക് എത്തിച്ചേരുമ്പോൾ ഏത് കമ്പനിക്കാണോ അയക്കുന്നത് ആ കമ്പനി ആരാണ്, അതിൻ്റെ റിസീവറാണ്. അത് കമ്പനിയിൽ എത്തി വായിച്ചു കഴിഞ്ഞാൽ ആ കമ്മ്യൂണിക്കേഷൻ അവിടെ കംപ്ലീറ്റ് ആകുന്നു. ഒരു ടീച്ചർ ലെക്ചർ കൊടുത്തു കഴിഞ്ഞ് കുട്ടികൾ അത് കേൾക്കുമ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആകുന്നു. ക്ലിയർ? അപ്പോൾ അതാണ് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, then we can move to the next എലമെൻറ്റിലേക്ക് പോകാം. ദാറ്റ് ഈസ് ഡീകോഡിങ്. DECODING ഡീകോഡിങ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ എൻകോഡിങ് പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് പറഞ്ഞു, സെൻറ്ററിൻ്റെ ഭാഗത്തു നിന്നാണ് എന്തുണ്ടായത്, എൻകോഡിങ് ഉണ്ടായത്. സെൻറ്റർ അത് എന്താക്കി മാറ്റിയെന്നാണ് നമ്മൾ പറഞ്ഞത്, മെസ്സേജിനെ വേർഡ്സും സിമ്പിൾസ് അല്ലെങ്കിൽ മറ്റുള്ള ഫോംസിലാക്കി മാറ്റിയെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ എന്ത് ചെയ്യണം, റിസീവറിൻ്റെ കയ്യിൽ മെസ്സേജൊക്കെ കിട്ടുമ്പോൾ ദാറ്റ് ഈസ് അവിടെ നടക്കുന്ന വേറൊരു പ്രോസസ്സാണ് ഡീകോഡിങ് പ്രോസസ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇതുപോലെ 2 മാർക്കിനൊക്കെ ചോദിക്കാറുള്ളതാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ലേറ്റിംഗ് ദ വേർഡ്സ് ആൻഡ് സിമ്പിൾസ് ഓഫ് എ മെസ്സേജ് ഇൻ ടു മീനിങ് ഇൻഫോർമേഷൻ. അപ്പോൾ നമ്മൾ എൻകോഡിങ്ങിൽ എന്താണ് ചെയ്തത്, നമ്മൾ നമ്മുടെ മെസ്സേജിനെ വേർഡ്സുകളോ സിമ്പിൾസുകളോ ആക്കി നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇനി അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത വേർഡ്സുകളോ സിമ്പിൾസിനെയോ എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, എങ്ങനെയായിട്ട് ദാറ്റ് ഈസ് ട്രാൻസ്ലേറ്റ് ചെയ്യും, ആ വേർഡ്സിനെയോ സിമ്പിൾസിനെയോ എങ്ങനെയാണ് ഒരു മീനിങ് ഫുൾ ഇൻഫോർമേഷനായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പോഴാണ് അവിടെ എന്ത് നടക്കുന്നത്, ദർ ഹാപ്പൻസ് ഡീകോഡിങ് പ്രോസസ്സ്. അപ്പോൾ കൃത്യമാക്കി മനസ്സിലാക്കി നമ്മൾ കൺവേർട്ട് ചെയ്ത വേർഡ്സിനെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരു മീനിങ് ഫുൾ ഇൻഫോർമേഷൻ ആക്കി മാറ്റുമ്പോൾ അത് ഡീകോഡിങ് ആകുന്നു. അതായത് ഇപ്പോൾ ശരിക്കും ചുരുക്കി പറഞ്ഞാൽ എൻകോഡിങ് ഓപ്പോസിറ്റ് ഡീകോഡിങ് ആണ്. എൻകോഡിങ്ങിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ദാറ്റ് ഈസ് വാട്ട് ഹാപ്പനിങ് ഇൻ ഡീകോഡിങ് എന്ന് പറയുന്നത്. അണ്ടർ ഡീകോഡിങ് ദ റിസീവർ ഇൻറ്റർപ്രറ്റ്സ് ദ മെസ്സേജ് അല്ലേ. ആ കിട്ടുന്ന വ്യക്തി എങ്ങനെയാണോ അത് സ്വീകരിക്കുന്നത്, അതായത് ആ വ്യക്തി എങ്ങനെ അത് മനസ്സിലാക്കിയെടുക്കുന്നു എന്നുള്ളതാണ് കാര്യം അല്ലേ. അപ്പോൾ ഹി ഇൻ്റർപ്രറ്റ്സ് എന്ന് പറഞ്ഞാൽ മേക്ക് എ കൺക്ലൂഷൻ ദ മെസ്സേജ് ട്രാൻസ്മിറ്റഡ് ബൈ എ സെൻറ്റർ ടു ഗെറ്റ് ഇറ്റ്സ് മീനിങ്. അതിനെയാണ് ഡീകോഡിങ് എന്ന് പറയുന്നത്. സെൻറ്റർ അയച്ച ആ മെസ്സേജ് റിസീവർ അത് മനസ്സിലാക്കി എങ്ങനെയാണോ അത് മനസ്സിലാക്കിയെടുക്കുന്നത്, ആ മനസ്സിലാക്കിയെടുക്കാനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡീകോഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എവിടെയും വ്യക്തമായിട്ട് കാണുന്നില്ലോ. ഇത് നമ്മുടെ സ്ഥിരം നമ്മൾ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും ഈ എൻകോഡിങ് നടക്കുന്നുണ്ട്, ഡീകോഡിങ്ങും നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം കേട്ടോ. അതായത് ഞാൻ പറയുന്ന കാര്യം കേൾക്കുന്ന ആൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് ഇതെന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഞാൻ പറയുന്ന കാര്യം ഞാൻ എങ്ങനെ പറയുന്നു എന്നുള്ളത് എൻകോഡിങ്ങും, ആ കാര്യം എങ്ങനെ റിസീവർ എടുക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഡീകോഡിങ്. അപ്പോൾ അവിടെ ആ പ്രോസസ്സിങ് നടക്കുന്നുണ്ട് കേട്ടോ. ഇനി കമ്മ്യൂണിക്കേഷൻ ആക്ച്വലി ടേക്സ് പ്ലേസ് അറ്റ് ദിസ് സ്റ്റേജ്. അപ്പോൾ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ മുഴുവൻ ഇതുവരെ നമ്മൾ റിസീവ് ചെയ്തു എന്ന് പറഞ്ഞു. ഇനി ആ റിസീവ് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. അത് അദ്ദേഹം ഡീകോഡ് ചെയ്തെടുക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കുന്നത്. അതായത് സെൻറ്റർ ഉദ്ദേശിച്ച കാര്യം തന്നെ, കമ്മ്യൂണിക്കേറ്റർ ഉദ്ദേശിച്ച കാര്യം തന്നെ കമ്മ്യൂണിക്കേറ്റർക്ക് ആ സെൻസിലെടുക്കാൻ സാധിച്ചുവെങ്കിൽ അവിടെ ശരിക്കും അവിടെയാണ് എന്ത് നടക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ ആക്ച്വലി ടേക്ക് പ്ലേസ് എന്നാണ് പറയുന്നത്. ഇഫക്റ്റീവ്നെസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി കറക്റ്റ് ഡീകോഡിങ് ഓഫ് ദ മെസ്സേജ് ആണ്. മനസ്സിലാക്കി വയ്ക്കുക. ഒരു കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ്നെസ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. നമ്മൾ ആർക്കാണ്, നമ്മൾ അയക്കുന്ന വ്യക്തിക്കാണല്ലേ നമ്മൾ എന്ത് മെസ്സേജ് കൊടുക്കുന്നതും റിസീവർക്കാണ് കൊടുക്കുന്നത്. റിസീവർ അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ അതെങ്ങനെ മനസ്സിലാക്കി എടുക്കുന്നു, കറക്റ്റായിട്ട് ഡീകോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ, അതിലാണ് ഇത് നടക്കുന്നത് ഇഫക്റ്റീവ്നെസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടക്കണമെന്നാണ് പറയുന്നത് അല്ലേ. എന്നിട്ട് നമുക്കിത് പറയുമ്പോൾ ഒരു ചെറിയ ഡൗട്ടൊക്കെ നിങ്ങൾക്ക് തോന്നാം. ഇനി നമുക്ക് ആ എക്സാമ്പിളിലേക്ക് തന്നെ പോകാം. എന്താണ് നമ്മൾ പറഞ്ഞ 3 എക്സാമ്പിൾസുകളാണ് നമ്മളെപ്പോഴും പറഞ്ഞു പോകുന്നത്. ഏതാണ്, നമ്മൾ ടീച്ചർ സെൻറ്റർ ആണെന്ന് പറഞ്ഞു, ടീച്ചർ കൊടുക്കുന്ന ക്ലാസ് അതിൻ്റെ മെസ്സേജ് ആണെന്ന് പറഞ്ഞു, അത് കേൾക്കുന്ന കുട്ടികളാണ് അതിൻ്റെ റിസീവർ എന്ന് പറയുന്നു. എങ്ങനെയാണ് അത് നമ്മളുടെ ഡീകോഡിങ്ങിലേക്ക് വരുന്നത്? എ ലെക്ചർ വിൽ ബി ഇഫക്റ്റീവ് ഓൺലി ഇഫ് ദ സ്റ്റുഡൻസ് റൈറ്റ്ലി അണ്ടർസ്റ്റാൻഡ്സ് ദ വേർഡ്സ്, സിമ്പിൾസ് ആൻഡ് പിക്ചേഴ്സ് യൂസ്ഡ് ബൈ ദ ടീച്ചർ. ടീച്ചർ ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്തൊക്കെ വാക്കുകൾ പറഞ്ഞു, എന്തെങ്കിലും പിക്ചേഴ്സ് കാണിച്ചോ, ചാർട്ട്സ് കാണിച്ചോ, ഡയഗ്രാംസ് കാണിച്ചോ, അത് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റും.
അപ്പോഴാണ് അവിടെ ഡീകോഡിങ് നടക്കുന്നത്. നിങ്ങൾ എല്ലാവരും റിസീവ് ചെയ്യാം, അത് മനസ്സിലാക്കണമെന്നുണ്ടോ? ഇല്ല. ആ മനസ്സിലാക്കുമ്പോഴാണ് അവിടെ എന്ത് നടക്കുന്നത്? ഡീകോഡിങ് എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത്. ക്ലിയർ? അപ്പോൾ അതാണ് പറയുന്നത്, ഡീകോഡിങ് ടേക്സ് പ്ലേസ് ത്രൂ ഈ പറഞ്ഞ പോലെ തന്നെ ലിസണിങ്, റീഡിങ്, ഒബ്സർവിങ് ആൻഡ് റീസണിങ്. ലോജിക്കൽ തിങ്കിങ് കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഡീകോഡിങ്ങിൽ എപ്പോഴും നമ്മൾ കേൾക്കാം, നമ്മൾ ചില കാര്യങ്ങൾ വായിക്കാം, ചില കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു ലേശം നമ്മുടെ തിങ്കിങ് ലോജിക്കലായിട്ട് ഓക്കെ അങ്ങനെ ഇതായിരിക്കുമല്ലേ ടീച്ചർ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഇതായിരിക്കുമല്ലേ പറഞ്ഞ ആൾ ഉദ്ദേശിച്ചത് എന്ന രീതിയിലേക്ക് നമുക്കത് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അതിനെയാണ് നമ്മൾ എന്തായാലും ആ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ദാറ്റ് ഈസ് ഡീകോഡിങ് എന്ന് പറയുന്നത്. ക്ലിയർ? നമ്മൾ അതിലൊരു എലമെൻറ്റും കൂടി പറഞ്ഞിരുന്നു, ദാറ്റ് ഈസ് ദ ഫീഡ്ബാക്ക്. അല്ലേ? നമുക്ക് നല്ല പരിചയമുള്ള ടേമായിരിക്കും, നമ്മളെപ്പോഴും നിങ്ങളോട് ഫീഡ്ബാക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ ലാസ്റ്റ് എലമെൻറ്റ് ഓഫ് ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇറ്റ് ഈസ് ദ റെസ്പോൺസ്. അപ്പോൾ വാട്ട് ഈസ് ഫീഡ്ബാക്ക് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് അറിയണം കേട്ടോ. ഇറ്റ് ഈസ് ദ റെസ്പോൺസ് ഓർ റിയാക്ഷൻ ഗിവൺ ബൈ ദ റിസീവർ ഓഫ് ദ മെസ്സേജ് ടു ദ സെൻഡർ. റിസീവ് ചെയ്തില്ലേ, റിസീവർ ഇത് റിസീവ് ചെയ്ത് അതിന് ഡീകോഡ് ചെയ്ത് എടുത്ത് കഴിയുമ്പോഴാണ് അതിന് ചോദിച്ച ചോദ്യത്തിന് തന്നെ നമുക്ക് ഉത്തരം കിട്ടുക. അതിൻ്റെ അർത്ഥം ശരിക്കും രീതിയിൽ തന്നെ ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ എടുക്കുക, ടീച്ചർ സ്റ്റുഡൻറ്റിനോട് ഒരു ചോദ്യം ചോദിച്ചു, ആ ചോദ്യം ചോദിച്ചത് മനസ്സിലാക്കി അതിനുള്ള ഉത്തരം തന്നെയാണ് സ്റ്റുഡൻറ്റ് തരുന്നതെങ്കിൽ നമുക്ക് പറയാം എന്താണ് അവിടെ കറക്റ്റായിട്ട് ചാനൽ നടന്നിട്ടുണ്ട്, മെസ്സേജ് കറക്റ്റായിട്ട് പോയിട്ടുണ്ട്, റിസീവർ അത് കറക്റ്റായിട്ട്, അതായത് സ്റ്റുഡൻറ്റ് കറക്റ്റായിട്ട് അത് എടുത്തിട്ടുണ്ട്, അവിടെ ഡീകോഡിങ് നടന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഉത്തരം കുട്ടിക്ക് പറയാൻ പറ്റുന്നത്. ക്ലിയർ? അപ്പോൾ അതാണ് പറയണത്. അപ്പോൾ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഉത്തരം കറക്റ്റ് ഇങ്ങോട്ട് തന്ന് പുറത്തേക്ക് ആ ഉത്തരം ഇങ്ങോട്ട് പറയില്ലേ നമുക്ക്, ആ പറയുന്നതാണ് ടീച്ചറെ സംബന്ധിച്ച് ടീച്ചർ എക്സാമ്പിളിൽ എക്സാമ്പിളിൽ ദാറ്റ് ഈസ് ദ ഫീഡ്ബാക്ക്. അപ്പോൾ നമ്മളോട് വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കറക്റ്റായ രീതിയിൽ മനസ്സിലാക്കി കമ്മ്യൂണിക്കേഷനുള്ള ഉത്തരം തന്നെ, അല്ലാണ്ട് കമ്മ്യൂണിക്കേഷൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ലീഡർഷിപ്പിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ടീച്ചറെ അല്ലെങ്കിൽ എന്താണ് ടീച്ചർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് അതവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ? അത് മേ ബി ഫോൾട്ട് ഓഫ് ദ ടീച്ചർ ആയിരിക്കാം, മേ ബി ദ ഫോൾട്ട് ഓഫ് ദ റിസീവറും ആകാം, എങ്ങനെ വേണമെങ്കിലും ആകാം. അപ്പോൾ കറക്റ്റായിട്ട് ഉത്തരം ഇങ്ങോട്ട് തരുന്ന ആ ഉത്തരത്തെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ തരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റെസ്പോൺസ് ഓർ റിയാക്ഷൻ ഗിവൺ ബൈ ദ റിസീവർ ഓഫ് ദ മെസ്സേജിൽ സെൻറ്റർക്ക് കൊടുക്കുന്ന റിയാക്ഷൻ അഥവാ റെസ്പോൺസിനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ആൻഡ് ത്രൂ ദിസ് ഫീഡ്ബാക്ക് ദ റിസീവർ സ്റ്റേറ്റ് ദാറ്റ് ഹി ഹാസ് റിസീവ്ഡ് ദ മെസ്സേജ് ആൻഡ് അണ്ടർസ്റ്റുഡ് ഇറ്റ് ഇൻ എ പെർട്ടിക്കുലർ വേ. ആ ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം സെൻറ്റർ ഉദ്ദേശിച്ച പോലെ തന്നെ റിസീവർക്ക് അത് കയ്യിൽ കിട്ടിയിട്ടുണ്ട്, അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലേ. എന്നിട്ട് സെൻറ്റർക്ക് ഈ ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്ത് പറയാം, ഈ സെൻറ്റർ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം തന്നെ റിസീവർ തന്നുവെങ്കിൽ നമുക്ക് പറയാം ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഈസ് കംപ്ലീറ്റ്. When feedback is received by the center, the communication process become complete എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ദാറ്റ് ഈസ് എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മുടെ ആ പിക്ചറിലേക്ക് ഒന്ന് നിങ്ങൾ വന്ന് നോക്കിയേ എങ്ങനെയാണ് തുടങ്ങുന്നത്. ഇതൊരു സൈക്ലിക് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതാണ് പറയുന്നതെങ്കിലും സ്ലൈഡ് ഞാൻ വേറെ ഒരെണ്ണം ഇടാം കേട്ടോ. അപ്പോൾ ഏതാണ് എളുപ്പമെങ്കിൽ നിങ്ങളത് നോക്കി പഠിച്ചു. അപ്പോൾ എൻകോഡിങ് ചിലപ്പോൾ മുൻപും പിൻപായിട്ടൊക്കെ കൊടുത്ത് കാണാം, പക്ഷേ അത് ഒരു പ്രശ്നമുള്ള കാര്യങ്ങൾ. ചിലപ്പം സെൻറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനടി എൻകോഡിങ് കൊടുത്തിട്ടായിരിക്കും മെസ്സേജ് കൊടുക്കുക, ചില കേസിൽ മെസ്സേജ് കൊടുത്തിട്ടാവും എൻകോഡിങ്. അത് നോ പ്രോബ്ലം ആണ് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ വന്നിട്ടുള്ളതനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ നിന്ന് അല്ലേ നമ്മൾ പഠിച്ച ഓരോ എലമെൻറ്റ് വഴി മെസ്സേജ് പോകുന്നു, മെസ്സേജ് എൻകോഡ് ചെയ്യുന്നു, ചാനലിലേക്ക് പോകുന്നു, അത് റിസീവറിലേക്ക് എത്തുന്നു, റിസീവർ അത് ഡീകോഡ് ചെയ്യുന്നു, റിസീവർ ഫീഡ്ബാക്ക് ആർക്ക് കൊടുക്കുന്നു, സെൻറ്റർക്ക് തന്നെ കൊടുക്കുന്നു. കണ്ടോ, ഒരു സൈക്ലിക് പ്രൊസീജിയർ അവിടെ കംപ്ലീറ്റഡ് ആയി. അപ്പോൾ ചില പ്രോസസ്സിൽ ഇങ്ങനെയാവും കാണിക്കുക, സെൻറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻകോഡിങ് കാണിക്കും, എന്നിട്ടാണ് മെസ്സേജ് പോവുക, മെസ്സേജ് ചാനലിലേക്ക് പോകുന്നു, ചാനൽ കഴിഞ്ഞാൽ അത് ഡീകോഡ് ചെയ്ത് റിസീവറുടെ കയ്യിലെത്തുന്നു, റിസീവറിൽ നിന്ന് അത് ഫീഡ്ബാക്കായിട്ട് ആരിലേക്ക് എത്തുന്നു, സെൻറ്ററിലേക്ക്. അപ്പോൾ എൻകോഡിങ് ഡീകോഡിങ് അതിൻ്റെ ഇടകളിലൊന്നും വരച്ച് വയ്ക്കാൻ പാടില്ല, ഒന്നെങ്കിൽ മുൻപോ അല്ലെങ്കിൽ പിൻപായിട്ടോ. അപ്പോൾ ഞാൻ അതും ആ രീതിയിലുള്ളൊരു സ്ലൈഡും കൂടി ഞാൻ നിങ്ങൾക്ക് ഇടാം കേട്ടോ. അത്രയാണ് പ്രോസസ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് പാരഗ്രാഫൊക്കെ പറഞ്ഞിട്ടുണ്ട്, യു ജസ്റ്റ് റീഡ് ഇറ്റ് ടെക്സ്റ്റിനകത്തുള്ള. അപ്പോൾ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. പക്ഷേ നിങ്ങൾ ടെക്സ്റ്റ് നിങ്ങളുടെ നന്നായി തന്നെ മുഴുവൻ വായിച്ചിട്ടാണ് കേട്ടോ. എല്ലാ ലൈനും പറയാൻ പോയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ബി ബ്രീഫ് ആൻഡ് ക്ലിയർ എന്നാണ് പറഞ്ഞത് അല്ലേ.
നെക്സ്റ്റ് നമുക്ക് അറിയേണ്ട കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. എന്താണെന്നാണ് പറയണത്? ബാരിയേഴ്സ് എന്ന് പറയണമെങ്കിൽ ആദ്യം തന്നെ അതിൻ്റെ മീനിങ് മനസ്സിലാക്കുക. തടസ്സങ്ങൾ. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരുപാട് തടസ്സങ്ങളുണ്ട് അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പണികൾ നടക്കണമെങ്കിൽ ഭയങ്കര നോയ്സ് വരും അല്ലേ? അപ്പോൾ ഇറ്റ് ഈസ് ഡിസ്റ്റർബൻസ് ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ഫോർ ദ ടീച്ചറിനെ സംബന്ധിച്ച് അത് ക്ലാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നന്നായി കേട്ട് ശ്രദ്ധിച്ചിരിക്കുന്ന കുട്ടികൾക്ക് സംബന്ധിച്ചിട്ട് എന്ത് തന്നെയാണ്? ബുദ്ധിമുട്ടാണ് ടീച്ചർ പറയുന്നത് എന്താണെന്ന് കേൾക്കാൽ. ഒന്നും വേണ്ട, പുറത്ത് ഭയങ്കരമായിട്ട് മഴ പെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ ആ ക്ലാസ് നിർത്തിവെക്കും. കാരണം അറിയാം നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ അവിടെ നടത്തിയിട്ട് അത്ര ഇഫക്റ്റീവ് ആവാൻ പോകുന്നില്ല എന്നറിയാം അല്ലേ? നമുക്ക് ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ കാണാം അല്ലേ? പലരുടെ വീഡിയോസിലും പല നോയ്സുകൾ. കാരണം നമ്മൾ വീടിൻ്റെ ഉള്ളിൽ എന്നുള്ളൊരു ലിമിറ്റഡ് പരിധിക്കുള്ളിലാണ്. ഇപ്പം എൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ എപ്പോഴും വരുന്നൊരു കാര്യമായിരിക്കും ഒരു പട്ടി കുറയ്ക്കണത് കേൾക്കും. കാരണം ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ പട്ടിയുണ്ട്. അപ്പോൾ അതിനോട് മിണ്ടാതിരിക്കുന്നു പറയാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ അതവിടെ നടക്കും. ചിലപ്പോൾ റോട്ടിൽ വണ്ടികൾ പോകുന്ന സൗണ്ടുകൾ കേൾക്കും. അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ കോളേജിൽ വന്നെടുക്കുമ്പോൾ അങ്ങനത്തെ കുറേ കോളേജിലൊക്കെ ഒരുവിധം കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് തന്നെ അവർ ശ്രമിക്കും. പിന്നെ അത്രയും ഒരു അറ്റ്മോസ്ഫിയർ കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് സാധ്യമല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കാം. ഈ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്ന ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില അപ്പോൾ അത് മാത്രമല്ല, ബാരിയേഴ്സ് ഇതും കൂടി പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ളത്. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ പറഞ്ഞത് നമ്മൾ പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു എക്സ്ചേഞ്ച് ഓഫ് മെസ്സേജാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു നമ്മൾ. അത് റിസീവർ അതായത് എന്താണോ സെൻഡർ ഉദ്ദേശിച്ചതെന്നുണ്ടെങ്കിൽ ആ സെയിം സെൻസിൽ തന്നെ സെയിം സ്പിരിറ്റിൽ തന്നെ അദ്ദേഹം ഉൾക്കൊണ്ടാലേ അവിടെ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുള്ളൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? എന്താണെന്നാണ് പറയണത്? വാട്ട് ഈസ് എ ബാരിയർ എന്ന് പറഞ്ഞാൽ? ബാരിയർ എന്ന് പറഞ്ഞാൽ ഈസ് എ ഹഡിൽ ഓർ ഒബ്സ്റ്റിക്കിൾ ഇൻ ദ പാത്ത് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ബാരിയർ ടു കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയുന്നത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ ബാരിയർ എന്ന് പറയണമെങ്കിൽ എന്താണ്? ഒബ്സ്റ്റിക്കിൾ, ഒരു തടസ്സം. ഹഡിൽസ് കേട്ടില്ലേ നമ്മൾ അത്ലറ്റിക്സിലെ ചാടി കടന്നു പോകുക അല്ലേ? ഓരോ ഹഡിൽസ് മറികടന്നു പോകും. ഒരു തടസ്സം ഉണ്ട് അവിടെ. അപ്പോൾ അതാണ് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ പാത്തിൽ ഉണ്ടാകുന്ന ഒരു ഒബ്സ്റ്റക്കിൾ അഥവാ ഒരു തടസ്സമാണ്. അത് വന്നാൽ എന്തുണ്ടാവും എന്നാണ് പറയണത്? വിച്ച് മേക്സ് ദ കമ്മ്യൂണിക്കേഷൻ ഇൻകംപ്ലീറ്റ് ആൻഡ് ഇൻഎഫക്റ്റീവ്. പിന്നെ ആ കമ്മ്യൂണിക്കേഷൻ മുഴുവനാക്കാൻ ഇൻകംപ്ലീറ്റ് ആവും, അല്ലെങ്കിൽ അത് ഇൻഎഫക്റ്റീവായി മാറും എന്നാണ് പറയണത്. ആൻഡ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി എനിത്തിങ് ദാറ്റ് ഡിസ്റ്റോർട്സ് ഓർ പ്രിവെൻറ്റ്സ് എ മെസ്സേജ് ഫ്രം ബീയിങ് പ്രോപ്പർലി സെൻഡ് ഓർ റിസീവ് എന്നാണ് പറയുന്നത്. എന്താണ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയുന്നത്? എന്ത് വേണമെങ്കിലാകാം. അതായത് നമ്മുടെ മെസ്സേജ് നമ്മൾ അയക്കുമ്പോഴോ അല്ലെങ്കിൽ അത് റിസീവ് ചെയ്യുമ്പോഴോ ഉണ്ടാകുന്ന അതിനെ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന എന്ത് തടസ്സങ്ങളെയും നമുക്ക് അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. അപ്പോൾ അതാണ് ഞാൻ അവിടുന്ന് അത് മാത്രമേ ഞാൻ എടുത്ത് പറയുന്നുള്ളൂ. എന്താണ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ? നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അയക്കുന്ന സമയത്ത്, സെൻഡ് ചെയ്യുന്ന സമയത്തായാലും റിസീവ് ചെയ്യുന്ന സമയത്തായാലും അതിന് തടയുണ്ടാകുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന രീതിയിലുണ്ടാകുന്ന എന്ത് കാര്യത്തെയും ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. അപ്പോൾ അത്രയാണ് നിങ്ങൾ അവിടുന്ന് വായിച്ചെടുക്കേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ ഫുള്ളൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ടെക്സ്റ്റിനകത്ത് നിങ്ങൾക്ക് പേജ് നമ്പർ 172 ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷനെ നമുക്ക് എന്ത് ചെയ്യാം? 5 ബാരിയേഴ്സ് ആക്കി എന്ത് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മഴ പെയ്യുക അങ്ങനെയുള്ളതല്ല, കുറേ കാര്യങ്ങളുണ്ട് കമ്മ്യൂണിക്കേഷന് ചെയ്യുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ, തടയുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ദാറ്റ് വി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇറ്റ് ഇൻറ്റു 5 തരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമുക്ക് പഠിക്കാൻ തരുന്നത് കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 5. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഫിസിക്കൽ ബാരിയർ, സെക്കൻഡ് ഈസ് psychological barrier, third is semantic barrier, fourth is organizational barrier, and fifth is cultural barriers. Barriers-ന്റെ മീനിങ് അതിനി എന്താണെന്ന് ആലോചിക്കരുത്. ബാരിയർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തടസ്സം, BARRIER, ബാരിയർ, ഹഡിൽസ്ന്നോ ഒബ്സ്റ്റക്കിൾസ്ന്നോ ഒക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി ഫിസിക്കൽ ബാരിയേഴ്സ് എന്നാണ് പറയുന്നത്. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് വിച്ച് വി ക്യാൻ സീ അല്ലേ? നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ബാരിയേഴ്സിനെയാണ് വിച്ച് വി ക്യാൻ സീ, ടച്ച് എന്നൊക്കെയാണ് ഫിസിക്കലിനെ കുറിച്ച് പറയുക അല്ലേ? നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി എന്താണ്? അപ്പോൾ എന്താണ് ഈ ഫിസിക്കൽ ബാരിയേഴ്സ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ ഫിസിക്കൽ എൻവയോൺമെൻറ്റിൽ നിന്നുണ്ടാകുന്ന ബാരിയേഴ്സ്, തടസ്സങ്ങൾ, നമ്മുടെ എൻവയോൺമെൻറ്റിലെ ചുറ്റുപാടും അതാണ് പറയണത്. സാധാരണ ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സെങ്കിലൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ ഫിസിക്കൽ ബാരിയേഴ്സ് ആണ് അധികം. അപ്പോൾ ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫിസിക്കൽ എൻവയോൺമെൻറ്റിൽ നിന്ന് ഉണ്ടാകുന്ന ബാരിയേഴ്സിന് നമുക്ക് ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറയും. നമ്മളതിൽ ഫസ്റ്റ് കാറ്റഗറിയാണ് പഠിക്കുന്നത്. ആൻഡ് ഫിസിക്കൽ ബാരിയേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 4.
4ആക്കി ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് പറയണതാണ് നോയ്സ്. സൗണ്ടുകൾ, ശബ്ദങ്ങൾ തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് അല്ലേ. നമ്മൾ ടി വി ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് സംസാരിക്കുന്ന ആൾക്ക് നമ്മുടെ ടി വിയുടെ സൗണ്ട് കൂടുതലുണ്ട്. നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ ടി വി കാണാൻ നമ്മളെ തടസ്സപ്പെടുത്തുന്നു അല്ലേ. നമ്മൾ പറയും ഒന്നും മിണ്ടാതിരിക്കുക, ഞാൻ കേൾക്കാലില്ല അല്ലേ, അതല്ലേ നമ്മൾ പറയാം. അപ്പോൾ അത് ഒരു നമ്മുടെ കാരണം നമ്മൾ ആ മീഡിയം വഴി കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ബാരിയർ, അപ്പുറത്തൊരാൾ സംസാരിക്കുകയോ അമ്മ എന്തെങ്കിലും ചോദിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കത് തടസ്സമാണ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് നോയ്സ്. നോയ്സ് എന്ന് പറയുന്നതാണ് ദാറ്റ് ഈസ് ഫിസിക്കൽ ബാരിയറിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബാരിയർ എന്ന് പറയുന്നത് ഫിസിക്കൽ ദാറ്റ് ഈസ് നോയ്സ് ആണ്. നോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഇറ്റ് ഈസ് എനി ഇൻ്റർഫിയർ. അപ്പോൾ നോയ്സ് എന്ന് പറഞ്ഞാൽ ശബ്ദം എന്നല്ലേ, നമ്മളിപ്പോൾ എത്ര വിചാരിക്കണം സൗണ്ട് കേൾക്കുക, അതന്നെ നോയ്സ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നുകൂടി നമ്മൾ പഠിക്കുകയാണ് അല്ലേ. അപ്പോൾ ഒരു ഇതായിട്ട് നമുക്ക് പറഞ്ഞുണ്ട്. ഇറ്റ് മീൻസ് എനി ഇൻ്റർഫിയറൻസ് ദാറ്റ് റെഡ്യൂസസ് ദ ക്ലാരിറ്റി ആൻഡ് ഇഫക്റ്റീവ്നെസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ്റെ ക്ലാരിറ്റി, അതായത് ക്ലിയർനെസ്സിനെയോ അല്ലെങ്കിൽ അതിൻ്റെ ഇഫക്റ്റീവ്നെസ്സിനെയോ അതിൻ്റെ കൃത്യതയോ ബുദ്ധിമുട്ടിക്കുന്ന, അതിൽ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഇടപെടുന്ന, അതായത് അത് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ ഉണ്ടാകുന്ന ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്ത് പറയണത്, നോയ്സ് എന്ന് പറയണത്. നോയ്സ് എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, ഇറ്റ് പ്രിവെൻറ്റ്സ് ദ റിസീവർ ഫ്രം ഹിയറിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ മെസ്സേജ്. നോയ്സ് വന്നിട്ടുണ്ടെങ്കിൽ ആ റിസീവർക്ക് അത് വേണ്ട വിധത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കിയെടുക്കാനായിട്ട് കേൾക്കാൻ പറ്റില്ല അല്ലേ, കേൾക്കാൻ സാധിക്കാതെ വരുന്നതാണ് പറയണത്. അത് എന്തൊക്കെയാവാം നോയ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ സൗണ്ട് ആയിരിക്കാം, ഓർ ഈവൺ എ മെൻറ്റൽ ഡിസ്റ്റർബൻസ് എന്നാണ് പറയുന്നത്. ഫിസിക്കലായിട്ട് വരുന്ന സൗണ്ട് പുറമെന്ന് കേൾക്കുന്നതൊക്കെ ആയിരിക്കാം, അഥവാ നമ്മൾ മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളല്ലേ പറയണത് കേൾക്കാതെ വരും നമ്മൾ. അപ്പോൾ നമുക്കിവിടെ ഒരു നോയ്സ് നല്ല ഡിസ്റ്റർബൻസിൽ പറയാവുന്ന ഒരു കാറ്റഗറി തന്നെയാണ്. അപ്പോൾ ഇറ്റ് മേ ബി ഒരു ഫിസിക്കൽ സൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മെൻറ്റൽ ഡിസ്റ്റർബൻസ് ആയിരിക്കാം എന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് തന്നിരിക്കുകയാണ്. സൗണ്ട് ഓഫ് മെഷീൻസ് വർക്കിംഗ് ഇൻ എ ഫാക്ടറി മേക്സ് ഓറൽ കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൾട്ട് അല്ലേ. നമ്മളൊന്ന് പോയിട്ട് സംസാരിക്കാൻ നല്ല ലഹളയുള്ള, ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം, നമ്മുടെ കോളേജിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുകയാണ്, ആ സമയത്ത് നമ്മൾ അത് നെഗറ്റീവ് അർത്ഥത്തിലൊന്നുമല്ലാണ്ട് ഞാൻ പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ ബാരിയർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പരസ്പരം സംസാരിച്ച് അങ്ങോട്ടും കേൾക്കില്ല, കാരണം നമ്മൾ ഒന്നെങ്കിൽ ഉറക്ക പാട്ട് വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ മൈക്ക് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങോട്ടും പരസ്പരം പറയുമ്പോൾ കേൾക്കില്ല. അപ്പോൾ അവിടെ ചെറിയൊരു ബാരിയർ കമ്മ്യൂണിക്കേഷൻ വരികയാണ് അല്ലേ. നമ്മൾ പ്രോഗ്രാം ശ്രദ്ധിക്കേണ്ടതാണ്, അതിനുള്ളിൽ വർത്തമാനം പറയാൻ പോയിട്ടാണ്. അപ്പോൾ എനിവേ, അപ്പോൾ അതാണ് പറയണത്. അങ്ങനെ വരും സമയത്ത് ദാറ്റ് ഈസ് നമുക്ക് ഓറൽ കമ്മ്യൂണിക്കേഷൻ ബുദ്ധിമുട്ടാകുമെന്നാണ് പറയണത്. അതായത് ലൗഡ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യാം, വണ്ടികളുടെ ഹോൺ അല്ലേ, ഏറ്റവും ബുദ്ധിമുട്ട് നമുക്ക് ഹോൺ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ നമ്മൾ മൊബൈലിൽ സംസാരിക്കുമ്പോൾ അപ്പുറത്ത് പോണ വണ്ടി ഹോൺ അടിച്ചാൽ നമ്മളിങ്ങനെ നിർത്ത് എന്ന് പറയും നമ്മൾ. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കണ്ടിന്യൂ ചെയ്യാം. പിന്നെന്താണ്, ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് ഒരു ക്ലാസ് റൂമിനകത്ത് ലൗഡ് സ്പീക്കേഴ്സൊക്കെ വരുന്ന സമയത്തും വണ്ടികളൊക്കെ ഹോൺ, അതുകൊണ്ട് പറയും നമ്മൾ സ്കൂളിൻ്റെ പരിസരത്ത് അങ്ങനെ ഹോൺ അടിക്കാൻ പാടില്ല. അതൊക്കെ ഒരു ക്ലാസ് റൂമിലെ കമ്മ്യൂണിക്കേഷനെ ഹിൻഡർ ചെയ്യുന്ന ചില ഫാക്ടേഴ്സാണ്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു അല്ലേ, ഫിസിക്കൽ സൗണ്ട് എന്ന് പറഞ്ഞു, അതിനുള്ള എക്സാമ്പിൾസാണ് നമ്മൾ പറഞ്ഞത്. വർക്കിംഗ് ഓഫ് എ മെഷീനറി, ഹോൺ ഓഫ് എ വെഹിക്കിൾ, അതുപോലെ തന്നെ എന്താണ് ലൗഡ് സ്പീക്കേഴ്സ്, അതൊക്കെ ഫിസിക്കൽ സൗണ്ടിനുള്ള എക്സാമ്പിൾസ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു മെൻറ്റൽ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞു. മെൻറ്റൽ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മെൻറ്റൽ ടെൻഷൻ ഉണ്ടാകാം, ആങ്സൈറ്റി ഉണ്ടായിരിക്കാം, നമ്മൾ പ്രീ ഓക്യുപ്പൈഡ് ആവുക, അതായത് മുൻകൂട്ടി എന്തോ കാര്യത്തിൻ്റെ ഉള്ളിലിരുന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് ആ കാര്യം തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും, നമുക്ക് പിന്നീട് പറയണത് കേൾക്കില്ല. അതുപോലെ തന്നെ ടയേർഡ്നെസ്, നമ്മൾ വളരെ ക്ഷീണിച്ച് കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം, 5 അവറിലെ ക്ലാസ്സിൽ എടുക്കുകയാണെന്നെങ്കിൽ ഫസ്റ്റ് അവറിൽ കേൾക്കുന്ന അതേ ഇതിൽ നിങ്ങൾക്ക് ലാസ്റ്റ് അവർ കേൾക്കാൻ പറ്റില്ല. അത് നാച്ചുറലാണ്, അത് എടുക്കുന്ന ടീച്ചർക്കും നന്നായി അറിയാം, നിങ്ങൾക്കും നന്നായി അറിയാം അല്ലേ. അപ്പോൾ അത് ആ ടീച്ചർക്ക് ചിലപ്പോൾ ടീച്ചർ അത് ചെയ്യുമായിരിക്കും, കാരണം ടീച്ചർ ക്ലാസ് എടുത്തിട്ടാണ് വരുന്നതെങ്കിലും അത് അവരുടെ പാർട്ടാണ്. എന്നാലും അവരുടെയും ഒരു എനർജി ഒരു ലേശം കുറഞ്ഞിട്ട് തന്നെയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതാണ് പറയുന്നത് ടയേർഡ്നെസ്. ഇതൊക്കെ എന്തുണ്ടാക്കാം, മെൻ്റലായിട്ടുള്ള ഡിസ്റ്റർബൻസുകൾ ഉണ്ടാക്കാം. അപ്പോൾ അതാണ് നോയ്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ക്ലിയർ. ഈ രണ്ടാമത്തെ ഫിസിക്കൽ ബാരിയറാണ് മെക്കാനിക്കൽ ഡിഫക്റ്റ് എന്നാണ് പറയുന്നത്. എന്താണ് മെക്കാനിക്കൽ ഡിഫക്ട്സ്? അതായത് നമ്മൾ ഒരു ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുന്ന മെഷീൻസ്, നമ്മൾ ചിലപ്പോൾ ടെലിഫോൺ ആയിരിക്കാം യൂസ് ചെയ്യേണ്ടതായിരിക്കാം, ഫാക്സ് ആയിരിക്കാം. അപ്പോൾ അതിനകത്ത് വരുന്ന എന്താണ്, അതിന് വല്ല ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ആരുടെ വീട്ടിലൊന്നും മറ്റേ ലാൻഡ് ലൈനൊന്നും ഇല്ലാതെയായി ഉണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെയാണ് കേട്ടോ, അതെടുത്താൽ കിറുന്ന സൗണ്ടാണ്. ഇനി വേണ്ട മൊബൈൽ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ചില
സ്ഥലത്ത് റേഞ്ച് കിട്ടില്ല അല്ലേ. റേഞ്ച് കിട്ടുമ്പോൾ നമ്മൾ കട്ടായിട്ട് വർത്താനം കേൾക്കും. നമ്മൾ പറയുന്ന മുഴുവൻ മെസ്സേജ് അവിടെ കിട്ടില്ല. ചിലപ്പോൾ എത്തി എന്ന് മാത്രമേ കേൾക്കുള്ളൂ, എവിടെ എത്തി എന്നുള്ളത് കേൾക്കില്ല. അപ്പോൾ അതാണ് പറയുന്നത്. അങ്ങനെ മെഷീൻസിലുണ്ടാകുന്ന ഡിഫക്റ്റുകൾ അത് ചിലപ്പോൾ എന്ത് ചെയ്യും, ഫ്ലോ ഓഫ് മെസ്സേജിനെ ഹിൻഡർ ചെയ്യാം എന്നാണ് പറയുന്നത്. അതാണ് മെക്കാനിക്കൽ ഡിഫക്ട്സിൽ പറയുന്നത്. അതായത് ടെലിഫോണിലുള്ള, പോസ്റ്റ് ഓഫീസ് എക്യുപ്മെൻറ്റിലുള്ള, ഫാക്സ് മെഷീനിലുള്ള, കമ്പ്യൂട്ടറിലുള്ള, നമ്മുടെ പ്രൊജക്ടറോ പ്രിൻ്ററോ ഇൻ്റർനെറ്റോ ഇതിലൊക്കെ എന്താണ് ഉണ്ടാകുന്ന ചില ഡിഫക്റ്റുകൾ, കുഴപ്പങ്ങൾ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യാം, ബാധിക്കാം. ഇൻ്റർഫിയറൻസസ് ഇൻ കമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ ഡിഫക്റ്റ് അതുമൂലം ഉണ്ടാകുന്ന ചില കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്, ഡിലേ ഉണ്ടാകാം അല്ലേ. എത്തേണ്ട കാര്യം ആ സമയത്ത് എത്തിയിട്ടില്ല, അപ്പോൾ ഡിലേ ഉണ്ടാകാം. ഡിസ്റ്റോർഷൻ ഓർ പാർഷ്യൽ ഓർ കംപ്ലീറ്റ് ലോസ് ഓഫ് ദ മെസ്സേജ്. ഒന്നെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മെസ്സേജിൽ ലോസ്റ്റ് ആവും, അല്ലെങ്കിൽ പാർഷ്യലായിട്ട് പകുതി നഷ്ടപ്പെട്ട പകുതി കേൾക്കുള്ളൂ, ചിലപ്പോൾ അത് മൊത്തം ഡിസ്റ്റോർട്ട് ചെയ്ത് പോയിട്ടുണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് മെക്കാനിക്കൽ ഡിഫക്റ്റ് മൂലം ഉണ്ടാകുന്ന ഫിസിക്കൽ ബാരിയർ. ക്ലിയർ. ദ തേർഡ് വൺ എന്താണ്, ഇംപ്രോപ്പർ ടൈം ആൻഡ് ഡിസ്റ്റൻസ്. അതും ഒരു ഫിസിക്കൽ ബാരിയർ ആണെന്നാണ് പറയണത്. അതായത് കൊടുക്കേണ്ട സമയത്തല്ല ഇൻഫർമേഷൻ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഒരുപാട് ഡിസ്റ്റൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളെപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ഇഫക്റ്റീവ് ടൈം നോക്കണം. അല്ലാണ്ട് തോന്നിയ പോലെയല്ല മെസ്സേജ് കൊടുക്കേണ്ടത്. ഒരു രാത്രി 12 മണിക്ക് വിളിച്ചിട്ടൊക്കെ വലിയ അത്ര ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ആണെങ്കിൽ അല്ലേ, അല്ലാതെ വരുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈം ഉണ്ടല്ലേ. ഇപ്പോൾ ചില കുട്ടികളൊക്കെ ഉണ്ട്, നമുക്ക് ടീച്ചേഴ്സിനെ ഒക്കെ ചില 10 മണിക്കൊക്കെയാണ് ചില സമയത്ത് വിളിച്ച് പല കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ അവർ അത് അവരെ സംബന്ധിച്ച് അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പക്ഷേ ടീച്ചറും ഒരു വ്യക്തിയാണ്, ടീച്ചർക്കും വീട്ടിൽ കാര്യങ്ങളുണ്ടായിരിക്കും അല്ലേ. അതുപോലെ തന്നെ നമ്മളും ചില സമയത്ത് അങ്ങനെ ചെയ്യും. കുട്ടികളെ രാത്രി 10 മണിക്ക് വിളിച്ചിട്ടാവും നമ്മൾ അങ്ങോട്ട് ചോദിക്കുക. അപ്പോൾ നമ്മളത് അത്ര ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ചെയ്യാൻ. പക്ഷെ എന്നാലും നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ വേറൊരു വീട്ടിലേക്കാണ് വിളിക്കാൻ പോകുന്നത്, ഈ സമയത്ത് ഒരാളെ വിളിച്ച് ശല്യം ചെയ്യാൻ പാടില്ല എന്ന് ടീച്ചർക്കും തോന്നാം അല്ലേ. അപ്പോൾ ആ രീതിയിൽ ചെയ്യണം. അതാണ് പറയണത്. Selection of apt time is essential for the effectiveness of communication. Communication at the fag end of working time may not be accepted by the workers with interest. അപ്പോൾ അത് ഒന്നുകൂടി ഓർഗനൈസേഷണൽ വ്യൂവിൽ വരുമ്പോൾ, അതായത് ലാസ്റ്റ് ടൈം ഫാക്ടറി ഒക്കെ ആണെങ്കിൽ 5 o'clock വരെയാണ് ടൈമെങ്കിൽ ഒരു 4:45 ആകുമ്പോൾ പറയുകയാണ് അവരോട് ഒരു വേറെ പണി ചെയ്യാനായിട്ട്. അവർ പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. അപ്പോഴാണ് അവരോട് വേറെ പണി ചെയ്യാനായിട്ട് പറയണത്. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ എന്തായി മാറുന്നതാണ് പറയണത്. അതൊരിക്കലും വലിയ താല്പര്യത്തോടു കൂടി അത് കേൾക്കുന്ന വ്യക്തി വർക്കേഴ്സിനോടാണ് പറയുന്നത്, അവരാണ് അത് റിസീവ് ചെയ്യണത്, അവരത് വലിയ താല്പര്യത്തോട് എടുക്കണം എന്നില്ല എന്നാണ് പറയണത്. ലേറ്റ് നൈറ്റ് ഫോൺ കോൾസ് കണ്ടോ, ലേറ്റ് നൈറ്റ് ടെലിഫോൺ കോൾസ് ഡിസ്പ്ലീസസ് ദ റിസീവേഴ്സ്. അതാണ് പറയുന്നത്. ഒരു ലേറ്റ് നൈറ്റിലൊക്കെ വിളിച്ച് നമ്മൾ അപ്പോൾ നിങ്ങൾക്കത് പഠിക്കാനുള്ളൊരു പാഠമാണ്. എപ്പോഴും നമ്മൾ ലേറ്റ് നൈറ്റ് കോൺവെർസേഷൻസ്, നിങ്ങളുടെ ഫ്രണ്ട്സുകൾ തമ്മിലാവാം, കുറച്ച് ഒഫീഷ്യൽ മാറ്റേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലേറ്റ് നൈറ്റ് ആയിട്ടുള്ള ടെലിഫോൺ കോൾസൊക്കെ പിറ്റേ ദിവസം പറഞ്ഞാലും മതി, രാത്രി എന്തായാലും നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ അതാണ് പറയുന്നത്, ലേറ്റ് നൈറ്റ് അങ്ങനെയുള്ള കോൾസുകളൊക്കെ ചിലപ്പോൾ റിസീവേഴ്സിന് അത്ര ഇഷ്ടമില്ലാതെ വരാമെന്നാണ് പറയണത്. പിന്നെ പ്രൊലോങ്ഡ് മീറ്റിംഗ്, അതായത് ഒരു ലഞ്ച് ഇൻ്റർവെല്ല് പോലും തരാതെ, ഒരു റിഫ്രഷിങ് ടൈം പോലും തരാതെയുള്ള വലിയ മീറ്റിങ്ങുകളൊക്കെ നമുക്ക് തന്നെ അറിയാം അല്ലേ. നമുക്ക് ഗെറ്റിംഗ് ബോർ, നമുക്കൊരു സുഖമില്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നതാണ് പറയണത്. അതേപോലെ തന്നെ എന്താണെന്നാണ് പറയുന്നത്, സെൻറ്ററും റിസീവറും ഒരുപാട് അകലെയാണെന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് സിമിലർലി ലോങ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദ റിസീവർ ഓൾസോ കോസസ് ഹിൻട്രൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയണത്. ദ മോർ ക്ലോസ് അതും ഒരു രീതിയിൽ, അപ്പോൾ നമ്മൾ പറയും ഇന്നത്തെ നൂതന കാലമല്ലേ, ഇതെല്ലാം മോഡേൺ ടെക്നോളജീസ് നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ പോലും ഇറ്റ് മാറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് മോർ ക്ലോസ് ദ പാർട്ടീസ് ആർ ദ മോർ ഇഫക്റ്റീവ് ദ കമ്മ്യൂണിക്കേഷൻ വിൽ ബി എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് എത്ര അടുത്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകൾ തമ്മിലിരിക്കണമെങ്കിൽ അത്രയും ഇഫക്റ്റീവ് ആയിരിക്കും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് നമുക്ക് ഇന്നത്തെ കാലത്ത് ഇൻ്റർനെറ്റും എല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പഴയ കാലം പോലെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എങ്കിൽ പറയണത് ഇങ്ങനെയാണ്. ശരിക്കും അതിന് ഇപ്പോൾ എത്ര അടുത്താണ് പാർട്ടീസ് ഇരിക്കുന്നതെങ്കിൽ അതനുസരിച്ച് സെൻട്രൽ റിസീവർ എത്ര അടുത്താണോ അത്രയും ഇഫക്റ്റീവ് ആയിരിക്കും കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അതാണ് ഫിസിക്കൽ ബാരിയറിൻ്റെ തേർഡ് വൺ. നെക്സ്റ്റ് പറയുന്നതാണ് ഇൻഫോർമേഷൻ ഓവർലോഡ്. ഇതിപ്പോൾ പഠിച്ചു വെക്കേണ്ടത് നിങ്ങൾക്ക് പിന്നീട് വരുന്ന ക്ലാസ്സുകളിലും. ഇൻഫോർമേഷൻ ഓവർലോഡ്, അതായത് വണ്ടി ഓവർലോഡ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ആ വണ്ടി ഓവർലോഡാണ് കേട്ടോ എന്ന് പറയും. അതായത് കൂടുതൽ ആളുകൾ കയറ്റി പോണ കാണാം. അതേപോലെ തന്നെയുള്ള ഒരു കോൺസെപ്റ്റാണ്, ഒരുപാട് ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടും. അപ്പോൾ അതൊരു ഫിസിക്കൽ ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്, ഇൻഫോർമേഷൻ ഓവർലോഡ്. അപ്പോൾ ആ കോൺസെപ്റ്റിൽ തന്നെ നമുക്ക് കാണാം. അതായത് ടു മച്ച് ഇൻഫോർമേഷൻ മേക്സ് കമ്മ്യൂണിക്കേഷൻ ഇൻഎഫക്റ്റീവ്. അതായത് ഒരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫോർമേഷൻസ് തരാം, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ തരാം. അത് വരുമ്പോൾ എന്താക്കുമെന്നാണ് പറയണത്, അത് ഇൻഎഫക്റ്റീവ്, ആ കമ്മ്യൂണിക്കേഷൻ അത്ര ഇഫക്റ്റീവ് ആവില്ല എന്നാണ് പറയണത്. എ ലോങ് ലെറ്റർ റണ്ണിങ് ഇൻ 2 pages, എ ടെലിഫോൺ കോൾ ഫോർ സെവറൽ മിനിറ്റ്സ്, ടു മെനി അഡ്വർടൈസ്മെൻറ്റ്സ് ഇൻ എ TV പ്രോഗ്രാം. അല്ലേ, നമുക്ക് നല്ല
എക്സ്പീരിയൻസ്ഡ് ആണത്. പണ്ടൊക്കെ നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് അത്ര വഴി ഉണ്ടാവില്ല, ദൂരദർശനൊക്കെ വന്ന കാലത്ത് ഒരു സിനിമയൊക്കെ കാണാനിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് അങ്ങോട്ട് വന്നാൽ നമുക്കത് നിർത്തി പോകാൻ തോന്നും. പക്ഷേ അറ്റ് ദാറ്റ് ടൈം ഇറ്റ് ഈസ് ദ ഓൺലി മീഡിയം ടു സീ ഫീച്ചർ ഫിലിംസ് എന്നുള്ളതാണ്. നമ്മൾ ഇരുന്ന് വേറെ എന്തെങ്കിലും പണിയൊക്കെ ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വന്നിരിക്കും. ഇപ്പോൾ അത്രയില്ല, കാരണം നമ്മൾ ചാനൽ മാറ്റും. അതാണ് പറയുന്നത്. ഒരു ടി വി പ്രോഗ്രാമിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് പുതിയ സിനിമയൊക്കെ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയാണ്. എന്നുവെച്ചാൽ അന്ന് അഡ്വർടൈസ്മെൻറ്റ് എന്താ പറയുക, പെരുമഴയായിരിക്കും. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ്സ് ഒരു ടി വി പ്രോഗ്രാമിൻ്റെ ഇടയിൽ വരിക. അതുപോലെ തന്നെ എന്താണ്, ഒരു കുറേ നേരം നമ്മൾ ഒരാളുടെ കോൾ കാണാം, അയ്യോ ഇയാളാണ് വിളിക്കണേ, ഇന്ന് ഈ അടുത്തൊന്നും വെക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫോൺ എടുക്കില്ല. ഇതൊക്കെ നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കുറേ ലോങ് ആയിട്ടുള്ള, ഇപ്പോൾ നമുക്കറിയാം നമ്മൾ വാട്സപ്പിൽ ഒരു കൂടി വന്ന 50 സെക്കൻഡ്സിൻ്റെ ഒരു വോയിസ് നമ്മൾ കേൾക്കുള്ളൂ അല്ലേ. അതിനും കൂടുതൽ വന്നാൽ നമ്മൾ പറയും നമ്മളൊന്ന് ഫോർവേഡ് അടിച്ച് പോയിട്ട് ബാക്കിയുള്ളത് കേൾക്കും. പിന്നെ അത്ര ഇമ്പോർട്ടൻ്റ് ഒക്കെ ആയിരിക്കണം. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് എക്സാമ്പിൾസ് ഓഫ് ഇൻഫോർമേഷൻ ഓവർലോഡാണ്. എഗെയിൻ ഇഫ് എ ടീച്ചർ ഡിസ്കസ് ടു മെനി ടോപ്പിക്സ് ഇൻ എ ക്ലാസ്, കണ്ടോ ഒരു ക്ലാസ്സിനകത്ത് തന്നെ ഒരുപാട് ടോപ്പിക്സ് ഒരു ടീച്ചർ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ദ സ്റ്റുഡൻസ് ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ് ദം. അത് ഓഫ് കോഴ്സ് ശരിയാണ്. പക്ഷേ ഇത് എല്ലാ കേസുകളിലും നമ്മൾ ചിലപ്പോൾ ഒക്കെ നമുക്ക് മറികടക്കേണ്ടി വരാറുണ്ട്. കാരണം പോർഷൻസ് കഴിയാതെ വരുമ്പോൾ നമ്മൾ സ്പെഷ്യൽ ക്ലാസ്സൊക്കെ എടുത്ത് പോകാറുണ്ട്. അത് നമുക്ക് ഒഴിവാക്കാനാണ്, നമുക്കത് ചെയ്യുമ്പോഴറിയാം. അത് പക്ഷേ നമുക്ക് വിത്തിൻ ടൈമിനകത്ത് ദാറ്റ് ഇസ് വി ഹാവ് ടു കംപ്ലീറ്റ് അവർ സിലബസ് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ അത് ഉണ്ട്, ഇല്ല എന്നല്ല. അപ്പോൾ പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ എന്താണെന്നാണ് പറയുന്നത്, കുട്ടികൾക്കത് മനസ്സിലാക്കാത്തൊരവസ്ഥയിലേക്ക് വരുമെന്നാണ് പറയുന്നത്. ക്ലിയർ? ഇത്രയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ 4 more ബാരിയേഴ്സ് ടു ബി ഡിസ്കസ്ഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ് ഫോർ വാച്ചിങ് മൈ ക്ലാസ്.